ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തെച്ചുകൊണ്ട് അബാക്കസ് എക്സാമാണ്. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ 4 മണിയായി. 4:45 ട്രെയിന്. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. തെച്ചോണ്ടും ഞാനും മാത്രമേ ഉള്ളൂ. കിച്ചും ചാരും വീട്ടിലാക്കിയവരെ. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഓട്ടോയിലാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ചേച്ചിമാരുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെ എത്തി ഇവിടെ. അങ്ങനെ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തെച്ചോട്ടിനവരത് ഒരേ കളിയാണ്. അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുള്ള് ഉറക്കക്ഷീണമായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവരെയും കണ്ടപ്പോൾ പിന്നെ ഓക്കെ ആയി. അങ്ങനെ നമുക്ക് പോകേണ്ട ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2.25 മണിക്കൂർ ഉണ്ടായിരുന്നു ട്രെയിനിൽ. അങ്ങനെ നമ്മളിതാ എറണാകുളത്ത് എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. 7:10 ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് സ്കൂളിലേക്ക് വന്നു. അപ്പോൾ ഈ സ്കൂളിൻ്റെ ബാക്കിലത്തെ ഓഡിറ്റോറിയത്തിലാണ് ഫങ്ഷൻസ് നടക്കുന്നത്. എക്സാം ഇവിടെ സ്കൂളിലാണ്. ഐഡിയൽ പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നേ. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ട്രെയിനിൽ വന്നത്. ട്രെയിനിൽ വന്നപ്പോൾ പിന്നെ എല്ലാവരും ഓക്കെയാണ്. ആർക്കും ക്ഷീണമൊന്നുമില്ല. ഓരോ ബാച്ചായിട്ടാണ് എക്സാം നടക്കുന്നത്. അങ്ങനെ തെച്ചോണ്ടിൻ്റെ എക്സാം ആയിരുന്നു. അങ്ങനെ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. ഇവൻ്റെ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നീട് അവിടെ നിന്നില്ല. റിസൾട്ട് അറിയാൻ എന്തായാലും 5 മണിയാവും. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന്. നമ്മൾ മെട്രോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ പിന്നെ അവിടെ നിന്ന് മെട്രോയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മെട്രോ എത്തി. അപ്പോൾ നമ്മളിതാ മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഞാനിതാ സെക്കൻഡ് ടൈമാണ് മെട്രോയിൽ കയറുന്നത്. കാരണം പിന്നീട് അവിടെ നിന്ന് നേരെ പോയത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നേ. അത് 1 മണിക്കൂർ നമുക്കൊരു പാക്കേജ് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ ബോട്ടിൽ പോവുകയാണ്. ഈ ട്രിപ്പിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. 3 ഡോൾഫിനെ കാണാൻ പറ്റിയേ. അങ്ങനെ ബോൾഗാട്ടി പാലസ് നമുക്ക് കാണാൻ പറ്റിയേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ ലുലുവിലേക്കാണ് പോയത്. പിന്നെ ലുലുവിൽ പോയി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ചു ടീച്ചർ. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന അവിടേക്ക് വന്നേ. അപ്പോഴേക്കും അവിടെ കുട്ടികളുടെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയായി. ഇതുവരെ അവരുടെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. നമ്മളെന്തായാലും ലേറ്റ് ആവും വീടെത്താൻ. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സമയം 8:30 അപ്പോഴാണ് നമ്മുടെ പ്രൈസ് അനൗൺസ് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മളെന്തായാലും ഇത്ര നേരം കാത്തിരുന്നതിന് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ 7 പേരും 10 ചാമ്പ്യന്മാരിൽ 7 ചാമ്പ്യന്മാരും നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും ചാമ്പ്യന്മാരും നമ്മുടെ ഇവിടെ നിന്ന് പോയ കുട്ടികൾ തന്നെയാണ്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടി ആയിരുന്നു. സെക്കൻഡ് ലാപ്ടോപ്പും തേർഡ് ടാബുമാണ് പ്രൈസായിട്ട് കിട്ടിയത്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത്ര ലേറ്റ് ആയാലും ഭയങ്കര ഹാപ്പിയാണ്. ദച്ചിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കിട്ടിയത്. ഈ പ്രാവശ്യത്തിനേക്കാളും നമുക്ക് ഒരുപാട് ചാമ്പ്യന്മാർ ഇപ്രാവശ്യം കൂടുതലുണ്ട്. നമ്മുടെ ടീച്ചറിൻ്റെ വലിയൊരു എഫേർട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിന് പിന്നിലുള്ളത്. കുട്ടികൾ അതുപോലെ തന്നെ 2 മാസമായിട്ട് ഫുള്ള് പ്രാക്ടീസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ സലാഗിനാണ് ഫസ്റ്റ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. അവൻ സ്കൂട്ടി കിട്ടി. കഴിഞ്ഞ വർഷം അവൻ തന്നെയായിരുന്നു ഫസ്റ്റ്. അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പം തിരിച്ച് ട്രെയിൻ നമുക്ക് 11:05 അപ്പം അത് കുറച്ച് ലേറ്റായി ട്രെയിന്. അങ്ങനെ അവിടെ ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ 1:30 സമയം. ഇനിയിപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.